നിങ്ങളെ മഞ്ഞ പേണ കണ്ടോ? അതും രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഇങ്ങനെ പുറത്ത് നോക്കുമ്പോ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് പുറത്ത് നോക്കിയപ്പോ ഇതായിരുന്നു കാഴ്ച. അങ്ങനെ ഞാൻ യൂറോപ്പിലെത്തി ഈ വർഷത്തെ ആദ്യത്തെ മഞ്ഞ് വീഴ്ച കിട്ടി. എന്തായാലും ആദ്യത്തെ മഞ്ഞ് വീഴ്ചല്ലേ, പുറത്തിറങ്ങുന്ന എക്സ്പ്ലോർ ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു. മഞ്ഞ് പെയ്യുമ്പോഴേ വെറുതെ പാന്റ് ഷർട്ടിട്ട് പുറത്തേക്ക് പോയാൽ ഐസും കട്ടി ആയിട്ട് തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് എന്റെ ടീഷർട്ടിന്റെ മുകളിൽ വേറൊരു ജാക്കറ്റ് ഇട്ട് താഴെ ട്രാക്ക് സൂട്ടിന്റെ മുകളിൽ വേറൊരു ജീൻസ് ഇട്ട് കൂട്ടത്തിൽ കട്ടിയുള്ള ഒരു സോക്സും കൂടി ഇട്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് ചാടിയത്. 2 വർഷം ഞാൻ ലിത്വാനിയയിൽ നിന്ന് പഠിച്ച ജീവിതാനുഭവങ്ങളാണ് ഇതെല്ലാം. സത്യം പറഞ്ഞാൽ ലിത്വാനിയയിലെ മഞ്ഞ് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ലാട്ടാ. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട്. പിന്നെ ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇന്ന് കിട്ടിയ മഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാം. കാലത്തന്നെ നല്ല കാര്യമായിട്ട് മഞ്ഞ് വീണോണ്ടിരിക്കട്ടെ. ഈ മഞ്ഞ് പെയ്യുന്നത് കാണാൻ ഭയങ്കര രസമാണ്. പക്ഷെ അത് കഴിഞ്ഞുള്ള ഒരു അവസ്ഥന്റെ മക്കളെ, ഇത് വീണ് കാണാൻ നല്ല രസമാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ടുള്ള എഫക്റ്റുകൾ അത്ര രസമല്ല. വഴി കൂടെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ മൂടും കുത്തി നിലത്ത് വീഴും. നമ്മുടെ നാട്ടിലെ മഴ പോലെ തന്നെയാണ് ഇവിടുത്തെ മഞ്ഞ്. ആദ്യത്തെ 2 ദിവസം അടിപൊളിയായിരിക്കും. 10 ദിവസം ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രാവാൻ തുടങ്ങും. അങ്ങനെ ഗ്ലൗസ് 2 പുറത്തിറങ്ങിയോണ്ട് എന്റെ കൈ ഒരു വിധായി. ലിത്വാനിയയിലെ മഞ്ഞ് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ മഞ്ഞിന് പവർ പോരാട്ടാ. കാരണം മഞ്ഞ് വീഴ്ച കഴിഞ്ഞു. അങ്ങനെ ഈ വർഷത്തെ ഫസ്റ്റത്തെ മഞ്ഞ് വീഴ്ച കിട്ടി. ഇനി ഞാൻ പോയിട്ട് പല്ലേച്ച് വല്ലതും തിന്നാൻ നോക്കട്ടെ. അപ്പൊ ശരിട്ടാ.